നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രണയം അത് ഒരാൾക്ക് ജീവൻ തന്നെയാകാം, മറ്റൊരാൾക്ക് ഏറ്റവും വലിയ വേദനയും. ചിലർ സ്നേഹത്തിൽ മുഴുകും, ചിലർ അതിൽ തകർന്നു പോകും. പ്രണയം നഷ്ടപ്പെട്ടവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ സത്യം പറയട്ടെ, ചില നക്ഷത്രക്കാർക്ക് പ്രണയം നഷ്ടപ്പെടുന്നത് അവരുടെ തെറ്റല്ല, അവരുടെ സ്വഭാവമാണ്. അവർ അതിരുകടന്ന് സ്നേഹിക്കും, മിണ്ടാതെ സഹിക്കും, അവസാനം എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രണയം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അത്തരം ചില നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതിൽ 11 നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളോ നിങ്ങളെ സ്നേഹിച്ച ഒരാളോ ഈ നക്ഷത്രത്തിൽ പെട്ടവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെ തൊടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. ഒന്നാമത്തെ നക്ഷത്രം തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർ പ്രണയത്തെ ഒരു കർമ്മബാധ്യതയായി കാണുന്നവരാണ്. ബന്ധം എന്നത് ഇവർക്ക് വെറും വികാരമല്ല, ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ സ്നേഹത്തെക്കാൾ ത്യാഗമാണ് ഇവരിൽ കൂടുതലായി കാണപ്പെടുന്നത്. പക്ഷേ പ്രശ്നം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. സ്വന്തം ആഗ്രഹങ്ങൾ, സ്വന്തം സന്തോഷങ്ങൾ, ഇവയെല്ലാം മിണ്ടാതെ ഇവർ പിന്നിലേക്ക് മാറ്റും. ഒരിക്കൽ ഇവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും: എന്നെ ആരും ശരിയായി മനസ്സിലാക്കുന്നില്ലല്ലോ. അവിടെ നിന്നാണ് പ്രണയത്തിൽ പതിയെ ഒരു അകലം രൂപപ്പെടുന്നത്. 2. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക സ്വാഭാവികമായും കൂടുതലാണ്. പ്രണയത്തിലായാലും അവരുടെ മനസ്സിൽ എപ്പോഴും ഒരു സംശയമുണ്ടാകും: ഇത് നാളെ വരെ നിലനിൽക്കുമോ? ചെറിയൊരു പ്രശ്നം പോലും മനസ്സിൽ പലതവണ ചിന്തിച്ച് വലിയ വേദനയായി മാറ്റുന്നവരാണ് ഇവർ. ഈ അമിത ആശങ്ക കാരണം പല ബന്ധങ്ങളും അറിയാതെ തന്നെ പൊട്ടിപ്പോകാറുണ്ട്. 3. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രക്കാർ പുറത്ത് ശാന്തരായി തോന്നുമെങ്കിലും ഉള്ളിൽ വലിയ കൊടുങ്കാറ്റുകളാണ്. സ്നേഹം തുറന്നു പറയാനും വേദന വാക്കുകളാക്കി പറയാനും ഇവർക്ക് അത്ര എളുപ്പമല്ല. പങ്കാളി ഒരിക്കൽ ചോദിക്കും: നിനക്ക് എന്നെ വേണോ? ചതയം നക്ഷത്രക്കാരൻ അതിന് മറുപടി പറയാതെ മൗനത്തിലേക്ക് ഒതുങ്ങും. അവിടെ നിന്നാണ് തെറ്റിദ്ധാരണകൾ ജനിക്കുന്നത്, അവസാനം പ്രണയം തന്നെ നഷ്ടപ്പെടുന്നത്. 4. പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രക്കാർ അതിവിശാലമായ മനസ്സുള്ളവരാണ്. സ്നേഹിക്കുമ്പോൾ പൂർണ്ണമായി സ്നേഹിക്കും. അവർ പ്രണയിക്കുന്ന ആളിനെ തങ്ങളിലെ ലോകമാക്കും, ജീവിതത്തിന്റെ കേന്ദ്രമാക്കും. പക്ഷേ അതിനിടയിൽ സ്വന്തം ആവശ്യം, സ്വന്തം സന്തോഷം, സ്വന്തം അതിരുകൾ ഇവയെല്ലാം മറക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ വലിയ പ്രശ്നം. ബന്ധത്തിൽ സമതുല്യ തത്വം നഷ്ടപ്പെട്ടാൽ മറ്റേയാൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ അനുഭവമുണ്ടാകും. അവിടെയാണ് പലപ്പോഴും ബന്ധങ്ങൾ തകരുന്നത്. 5. ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രക്കാർ പുറത്ത് ശക്തരായി തോന്നിയാലും അകത്ത് വലിയ ഭയമുള്ളവരാണ്. പ്രണയം കിട്ടുമ്പോൾ ഇത് എനിക്ക് നഷ്ടപ്പെടുമോ എന്ന പേടി എപ്പോഴും മനസ്സിലുണ്ടാകും. ആ പേടിയാണ് അവരെ അമിതമായി പിടിച്ചു നിർത്താൻ, അമിതമായി ചോദ്യം ചെയ്യാൻ, അമിതമായി സംശയിക്കാൻ നയിക്കുന്നത്. അവർ സ്നേഹിക്കുന്നത് നിഷേധിക്കാനാവില്ല, പക്ഷേ ആ സ്നേഹം അമിതമായപ്പോൾ പ്രണയം തന്നെ പൂട്ടിയിടപ്പെടുന്ന അവസ്ഥ വരും. 6. രേവതി നക്ഷത്രം. രേവതി നക്ഷത്രക്കാർ അത്യന്തം ശുദ്ധ ഹൃദയമുള്ളവർ. അവർ വിശ്വസിക്കും, മാപ്പ് നൽകും, വീണ്ടും വീണ്ടും അവസരം നൽകും, മാറ്റം വരും എന്ന പ്രതീക്ഷയിൽ വേദനകൾ പോലും സഹിച്ചു നിൽക്കും. പക്ഷേ എല്ലാവരും ആ സ്നേഹത്തിന് അർഹരല്ല എന്ന സത്യം അവർക്ക് വൈകിയാണ് മനസ്സിലാകുന്നത്. അവസാനം ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കപ്പെടുന്ന രേവതിക്കാരാണ്. 7. അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ വളരെ വികാരധീരരാണ്. പെട്ടെന്ന് പ്രണയിക്കും, പെട്ടെന്ന് അവർക്കത് ഫീലാകും. ആവേശത്തിൽ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും ബന്ധത്തെ തന്നെ വലിയ രീതിയിൽ വേദനിപ്പിക്കും. ശേഷം അവർ തന്നെ തിരിച്ചറിയും, ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന്. അശ്വതിക്കാരുടെ അമിതമായ അതിവേഗ പ്രതികരണവും അക്ഷമയുമാണ് പ്രണയത്തിൽ വലിയ അപകടമായി മാറുന്നത്. 8. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാർ പ്രണയത്തിൽ അത്യന്തം തീഷ്ണത ഉള്ളവരാണ്. ഇവർക്ക് അരക്കാല പ്രണയം, നടുവഴിയിലെ ബന്ധങ്ങൾ ഒന്നും ഇഷ്ടമല്ല. എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നതാണ് അവരുടെ മനോഭാവം.
പാർട്ട്ണറിനെ ആത്മാർത്ഥമായി പൂർണ്ണമായി സ്നേഹിക്കുന്നവരാണിവർ. പക്ഷേ എല്ലാവർക്കും അത്ര ശക്തമായ സ്നേഹം താങ്ങാൻ കഴിയണമെന്നില്ല. അവസാനം ബന്ധം തകരുമ്പോൾ വേദന മുഴുവനും ഭരണിക്കാർക്ക് ബാക്കി വരും. പുറത്ത് അവർ ശക്തരായി തോന്നും, പക്ഷേ ഉള്ളിൽ നിശബ്ദമായി തകരുന്ന ഹൃദയം ഭരണിയുടെ സത്യം തന്നെയാണ്. 9. കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ സ്വാഭിമാനത്തിനാണ് ഏറ്റവും കൂടുതൽ വില നൽകുന്നത്. അവരുടെ ഹൃദയം ഒരിക്കൽ ഫീലായാൽ അത് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. വാക്കുകളില്ലാതെ, കലഹമില്ലാതെ, ശബ്ദമില്ലാതെ അവർ ബന്ധത്തിൽ നിന്ന് പിന്നോട്ടു മാറും. പാർട്ട്ണർക്ക് എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകുന്നതിനു മുൻപേ ബന്ധം തണുത്തിരിക്കും. കാർത്തിക നക്ഷത്രക്കാർ പ്രണയം ഉപേക്ഷിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല, സ്വാഭിമാനം തകർന്നതിൻ്റെ നിശബ്ദ പ്രതികരണമാണത്. 10. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രക്കാർ ഭാവനയിൽ അത്യന്തം ആഴമുള്ളവരാണ്. ഒരാളെ സ്നേഹിച്ചാൽ അത് മുഴുവൻ മനസ്സോടെ ആത്മാർത്ഥമായി അവർ അതിൽ മുഴുകും. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം ഉണ്ടായാൽ, എനിക്ക് മതിയായ സ്നേഹം കിട്ടുന്നുണ്ടോ, ഞാൻ അവനു പ്രധാനമാണോ എന്ന ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. ഈ സംശയം പതുക്കെ പതുക്കെ ബന്ധത്തെ ഇല്ലാതെയാക്കും. അവർക്ക് വേണ്ടത് വളരെ ലളിതമാണ്: അല്പം കൂടുതൽ ഉറപ്പും അല്പം കൂടുതൽ കരുതലും. അവസാനത്തെ നക്ഷത്രം മകയിരം നക്ഷത്രം. മകയിരം നക്ഷത്രക്കാർ ചിന്തയിൽ അധിഷ്ഠിതമായ സ്വഭാവമുള്ളവരാണ്. പ്രണയത്തിൽ അവർ തർക്കവും കാരണവും തേടും. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിലും അത് തുറന്നു പറയാൻ അവർക്ക് പറ്റാതെ പോകുന്നു. അതുകൊണ്ട് പാർട്ട്ണർക്ക് കെയർ ഇല്ല, ഇമോഷൻ ഇല്ല എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകും. യാഥാർത്ഥ്യം പക്ഷേ മകയിരക്കാർ ഹൃദയം ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നവരാണ്. അവരെ മനസ്സിലാക്കാൻ വാക്കുകളേക്കാൾ ക്ഷമയാണ് വേണ്ടത്. ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാരുടെയും പ്രശ്നം ഒന്നുതന്നെയാണ്: അവർ സ്നേഹിക്കുന്നു, പക്ഷേ അത് എങ്ങനെ കാണിക്കണമെന്നറിയില്ല. പ്രണയം നഷ്ടപ്പെടുന്നത് ദുർബലതയല്ല, അത് അതിരുകടന്ന സ്നേഹത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിൽ ഒരു കാര്യം ഓർക്കൂ: നിങ്ങൾക്ക് സ്നേഹിക്കാൻ അറിയാം. അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റിൽ എഴുതൂ, നിങ്ങളുടെ അനുഭവവും പറയൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.